ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ സ്റ്റോറീസ്. ഒരു 5-6 ദിവസത്തെ വർക്കിന് ശേഷം ഇന്ന് നമ്മളുടെ ഓഫ് ഡേ ആണ്. അപ്പോൾ ആക്ച്വലി ഇന്ന് നമുക്ക് കുറേ പ്ലാൻസ് ഉണ്ട്, കുറേ സാധനങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. വീട്ടിലാണെങ്കിലും പുറത്തോട്ട് കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട്. കുറേ ഷോപ്പിംഗ് ഇസ് നോട്ട് മാസ് ഷോപ്പിംഗ് എന്നല്ല, ഒരു 1-2 ഡ്രസ്സ് നോക്കണം, പിന്നെ വീട്ടിലേക്കുള്ള ഗ്രോസറി സാധനങ്ങൾ മേടിക്കണം, പിന്നെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അവനെ കാണാൻ പോകണം. അങ്ങനെ കുറേ കുട്ടി പ്ലാൻസ് ഉണ്ട് നമുക്കിന്ന്. അപ്പോൾ എൻ്റെ ഒരു ഓഫ് ഡേ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, എല്ലാ ഓഫ് ഡേയ്സും ഇങ്ങനെയൊന്നും അല്ല, പക്ഷേ ഇന്നത്തെ ഓഫ് ഡേ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നതാണ് കാണിക്കാൻ പോണേ. എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണാം. ഹായ് പറയോ. ബായ് ബായ് എന്നല്ലേ പറഞ്ഞു. ഷെയ്ക്കാൻ്റെ വരുമോ? എടുക്കത്. ഇത് സ്റ്റുഡിയോയാ എന്ത് പറയാ, നല്ല മഴ. കാക്കനാട് ഭാഗത്ത് നല്ലൊരു ഫുഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞത് സ്റ്റുഡിയോ ഇൻഫോം പാത്ത ഭാഗത്ത് നല്ലൊരു ഫുഡ് സ്പോട്ട് മെസ്സേജ് കമൻറ്റ്. മഴയുടെ ആധിക്യം മൂലം ഇട്ടോണ്ട് വന്ന ഷൂ ഒരു കൈ പിടിച്ചിട്ട് സ്ലിപ്പേഴ്സ് ഇട്ടോണ്ട് പോകും. എന്നെ തേച്ചു ഗായ്സ്, എൻ്റെ ഷൂ നനച്ചു ഗായ്സ്. മഴയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ റെഡ് ഷൂ ഇട്ടൊന്ന് വന്നത് പ്യൂമയുടെ അവസാനം 299 രൂപയുടെ ചെരുപ്പുണ്ട് അവസ്ഥ ഗായ്സ്. ഒന്നും എടുത്തിട്ടില്ല. എടുത്തോ, ഒരു വലുതെടുത്തോ. ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറി ആക്കിയാലോ? ചാറല്ല, ഞാൻ ഉടച്ചാക്കാം, പക്ഷെ എന്നാലും വേണ്ടി വരില്ലേ. തേങ്ങയുണ്ട്, തേങ്ങാപ്പാൽ ഒഴിച്ചാക്കാം. പ്ലസ് ഡെലിവറി ചാർജ്.
കരിക്കൊമ്പിൽ മരക്കൊമ്പിലായിരുന്നു. അവള് വേറെ നടിയുടെ ഒച്ചയിൽ സംസാരിക്കും. ഏത് നടിയാന്ന് ആദ്യം പതാ? ചാളമേരിയുടെയാണ് എടുക്കുന്നത്. എന്നൊക്കെ അവള് എന്റെ കൊച്ചിനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളതിന് പറ. റുക്കു 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 വരത്തില്ല. അവൾക്ക് വരുന്ന നടി എടുത്തോട്ടെ. വരുന്ന നടി എടുക്കാം. എന്നോട് എന്തെങ്കിലും സംസാരിക്കും. നീ വിനയ് ഫോർട്ടിന്റെ വെച്ച് സംസാരിക്കണം, എന്നാലും അവള് നടിയായിട്ട് തിരിച്ചു പറയത്തുള്ളൂ കേട്ടോ. നിങ്ങളെ ഊഹിക്കുന്ന നടിയാണ്. ഞാൻ പറയാം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിറയെ കഴിവുകളുള്ളത് കൊണ്ടും ഞങ്ങൾ ഫേമസ് ആവുമെന്നുള്ളത് കൊണ്ടും ഞങ്ങൾ ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നതല്ല. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ അങ്ങനെ വലിയൊരു ഒരു ഭയങ്കര ലെങ്ത് ആയിട്ടുള്ള ഒരു ഡേക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ച് ഫ്ലാറ്റിലെത്തി. ഡേനെ പറ്റി പറയാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് ഫ്രണ്ട്സിനെ പഴയ ഫ്രണ്ട്സിനെ കുറച്ച് പേരെ കാണാൻ പറ്റി. പിന്നെ ഒരു മൂവി കണ്ടു. അപ്പോൾ ഭയങ്കര വലിയ എക്സ്പെൻസുള്ള കാര്യങ്ങളൊന്നും അല്ലത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ലിറ്റിൽ തിങ്സ് മേക്ക് ബെസ്റ്റ് എന്നാണല്ലോ പറയുക. അപ്പോൾ എനിക്ക് ചെറിയ മൊമെൻറ്റ്സ്, ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ശരിക്കും ഞാൻ മോർണിംഗ് ഒരു 11 മണിയൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ശരിക്കും പിറ്റേ ദിവസം മോർണിംഗ് 1 മണിയായി, രാവിലെ വെളുപ്പിന് 1 മണിയായി. ശരിക്കും ഭയങ്കര ഒരു ലോങ് ഡേ ആയിരുന്നു, നല്ലൊരു ലോങ് ഡേ ആയിരുന്നു. നല്ലോണം ടയേർഡുമാണ്, നമ്മൾ ഫുള്ളി ടയേർഡാണ്. ഒന്ന് ഉറങ്ങിയാൽ മതി എന്നൊരു ഫീലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ ഒരു സ്ട്രെസ്സ്, വർക്കിൻ്റെ സ്ട്രെസ്സൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കിടന്നുറങ്ങുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ട്രെസ്സ് കൊണ്ടും അല്ലെ ആ ഒരു ടയർഡ്നെസ് കൊണ്ടും കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും ഇങ്ങനെ കുറേ ഹാപ്പി മൊമെൻറ്റ്സ് കിട്ടി കഴിയുമ്പോൾ കിടന്നുറങ്ങുന്ന ഒരു ഫീലും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് ഫീൽ വാസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു ടയർഡ്നെസ്സിനും ഒരു സുഖമുണ്ട്, ഒരു എന്താ പറയുക, സുഖമുള്ള വേദന എന്നൊക്കെ പറയണ പോലെ ഒരു സുഖമുള്ള ടയർഡ്നെസ്സാണ്. കുറേ നല്ല മൊമെൻറ്റ്സ് കിട്ടി. ഇതുപോലെ ചെറിയ മൊമെൻറ്റ്സിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു ഓഫ് ഡേ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക, ഞാൻ അങ്ങനെ പറയുള്ളൂ. നമ്മൾ വർക്കൊക്കെ ആണെങ്കിലും ഓക്കെ, നമുക്ക് ഏർണിങ്സ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാലും ഒരു സ്ട്രെസ്ഫുള്ളാണ്. എത്രയൊക്കെ അടിപൊളി കമ്പനിയാണെന്ന് പറഞ്ഞാലും, ഇത്രയൊക്കെ നല്ല കൊളീഗ്സ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം നമ്മുടെ ഓഫ് ഡേയിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സ്പെൻഡ് ചെയ്തൊരു ഡേ കൂടിയായിരുന്നു എനിക്കിത് ഫുള്ളി അടിപൊളിയായിരുന്നു. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് വരെ അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു, നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.